വാർദ്ധക്യത്തിലാണ് മൃതദേഹം പിള്ള അദ്ദേഹത്തിന് ഒരു ഉണ്ണി പിറന്നത്. ഉണ്ണിയെ കുഞ്ഞുണ്ണി എന്ന് മൃതദേഹം പിള്ള നീട്ടി വിളിച്ചു. ഉണ്ണിയുടെ ശരീരത്ത് കരപ്പൻ വന്നപ്പോൾ അത് കരപ്പനാണെന്ന് പറഞ്ഞ നാട്ടുകാരോട് അരിശത്തോടെ മൃതദേഹം പിള്ള പ്രതികരിക്കുകയും ഇത് കരപ്പനല്ല പാലുണ്ണിയാണ് എന്ന് പറഞ്ഞവർക്കെല്ലാം പാല് ഏറെ ചേർത്ത് കാപ്പി കൊടുക്കുകയും ചെയ്തു. ജാതകവശാൽ ഉണ്ണി 18-ാം വയസ്സിൽ സർപ്പദംശനമേറ്റ് മരിച്ചു പോകും എന്നുള്ള വാർത്ത അറിഞ്ഞ് മൃതദേഹം പിള്ള മൂർച്ഛിച്ചു വീഴുകയും ഉണ്ടായി. ഇത് തടുക്കാനായിട്ട് 3 ബാല്യക്കാരെ നിയമിച്ചു. എവിടോട്ട് തിരിഞ്ഞാലും പാമ്പിനെ നോക്കി നടക്കുന്ന 3 പേര്. അവർ സന്ധ്യാസമയങ്ങളിൽ വെള്ളമടിച്ച് പാമ്പായി മാറുമെങ്കിലും അവർക്ക് പാമ്പിനെപ്പറ്റി എപ്പോഴും ശ്രദ്ധയുണ്ടായിരുന്നു. കാലം കുറേ പിന്നിട്ടു. ഉണ്ണിക്ക് വയസ്സ് 18ആയി. 4 കൂട്ടം പായസമുള്ള സദ്യ മൃതദേഹം പിള്ള ഒരുക്കി നാട്ടുകാർക്കെല്ലാം നൽകി. ഈ സമയത്ത് സദ്യവട്ടത്തിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് എല്ലാവരും ഉണ്ണിയെ ശ്രദ്ധിച്ചില്ല. മൂത്രശങ്ക തോന്നിയപ്പോൾ ഉണ്ണി മൂത്രപ്പുരയിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ഉണ്ണി അത്ഭുതത്തോടെ കണ്ടു അവിടെ ഒരു പാമ്പ് കിടക്കുന്നു. ഉണ്ണിയെ കണ്ട പാടെ പാമ്പ് പേടിച്ചോടി. ഉണ്ണിയാകട്ടെ പാമ്പിൻ്റെ പുറകെ ഓടി. ഓടി പാമ്പ് തളർന്നു. ഉണ്ണി പാമ്പിനെ നോക്കി അലറി, "കടിക്കടാ പാമ്പേ എന്നെ! കഴിഞ്ഞ 18 കൊല്ലമായിട്ട് പിരിയാൻ കഴിയാതെ പാമ്പെന്ന് പറഞ്ഞ് ഞാൻ നടക്കുക. കടിക്കടാ പാമ്പേ എന്നെ!" പാമ്പ് ആകെ അങ്ങ് ലജ്ജിച്ച് തല താഴ്ത്തി പറഞ്ഞു, "എൻ്റെ പൊന്നാശാനെ, ഞാനൊരു മഞ്ഞച്ചേരയാണ്, കടിക്കാൻ അറിയത്തുമില്ല." അന്നാദ്യമായി കുഞ്ഞുണ്ണിക്ക് ജീവിതത്തിൽ നഷ്ടബോധം തോന്നി. യെശയ്യാ 33:6 അവിടുന്നാണ് നിൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്. രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്.